Hello my dears, welcome back to statistics class. Today I'm going to discuss some problems that is ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾ നമ്പർ 5 എന്നല്ലേ. അത് ശരിക്കും ഒരു തിയറാട്ടോ. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അത് തിയറാണ്. അത് പറയുന്ന ആ തിയർ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിളാണ്. എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് പോയിസോൺ റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എന്താണ് ഷോ ചെയ്യാനുള്ളത്? Probability of x given x plus y is a binomial distribution ആണ് എന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എക്സ് ഫോളോ ചെയ്യുന്നത് പോയിസോൺ വിത്ത് പാരാമീറ്റർ ലാംഡ 1 ആണ്. വൈ ഫോളോ ചെയ്യുന്ന പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ലാംഡ 2 ആണ്. അപ്പോൾ ബൈ അഡിറ്റീവ് പ്രോപ്പർട്ടി എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്ന പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ 1 പ്ലസ് ലാംഡ 2 ആണ്. ഇതെപ്പോഴാണ് പറ്റുക? എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻ്റ് ആവുന്ന കേസിൽ. ഇനി നമുക്കറിയാം എക്സ് ഫോളോ ചെയ്യുന്ന പോയിസോൺ വിത്ത് ലാംഡ 1 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കേണ്ടത് നമ്മൾക്ക് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഈ ഫോളോ ചെയ്യുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് x equal to x given x plus y equal to n is equal to probability of a given b എന്ന് പറഞ്ഞാൽ എന്താ? probability of a intersection b divided by probability of b എന്നാണല്ലോ. അപ്പോൾ probability of x equal to x intersection x plus y equal to n എന്ന് എഴുതും. divided by probability of x plus y ഈക്വൽ ടു n. ഇനി ഞാൻ ഇതിനെ y എന്നുള്ള ടേംസിൽ എഴുതാൻ പോവുകയാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻ്റർസെക്ഷൻ y ഈക്വൽ ടു എക്സ് മൈനസ് n ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു n. ഇനി എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് n ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു n എന്ന്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള സ്റ്റെപ്പ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എക്സ് ഫോളോ ചെയ്യുന്ന പോയിസോൺ വിത്ത് പാരാമീറ്റർ ലാംഡയാണ്, വൈ എന്നാൽ പോയിസോൺ ലാംഡ 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ 1 പ്ലസ് ലാംഡ 2 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്നാണ്. ആ ഒരു രീതിയിൽ നമ്മളിതിനെ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻ്റർസെക്ഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു n എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്തു? വൈൻ്റെ ടേംസിലാക്കി. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്നിനെ നമ്മൾ വൈൻ്റെ ടേമിലാക്കി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈക്വൽ ടു n മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു n എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എക്സും വൈ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു n മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു n എന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എക്സ് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ പോയിസോൺ വിത്ത് ലാംഡ 1 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ലാംഡ 1 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നാണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു n മൈനസ് വൈ ഫോളോ ചെയ്യുന്നത് പോയിസോൺ വിത്ത് ലാംഡ 2 എന്നാണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ലാംഡ 2 റേസ് ടു n മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ n മൈനസ് എക്സ് ഫാക്ടോറിയൽ ഹോൾ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ന്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ, എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്ന പോയിസോൺ വിത്ത് ലാംഡ 1 പ്ലസ് ലാംഡ 2 എന്നാണ്. അപ്പോൾ ഇ റേസ് ടു ലാംഡ 1 പ്ലസ് ലാംഡ 2 ഇൻറ്റു ലാംഡ 1 പ്ലസ് ലാംഡ 2 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. ഇനി നമ്മളിത് പ്രൊഡക്റ്റ് എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് ഇ റേസ് ടു മൈനസ് ലാംഡ 1 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ
ലാംഡ 2 റേസ് ടു n മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ n മൈനസ് എക്സ് ഫാക്ടോറിയൽ എൽ ഇൻറ്റു എന്ത് വരും n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈനസ് ലാംഡ 1 പ്ലസ് ലാംഡ 2 ഇൻറ്റു ലാംഡ 1 പ്ലസ് ലാംഡ 2 റേസ് ടു n. എന്നിട്ട് ഞാൻ എന്ത് എഴുതും ഈ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ n മൈനസ് എക്സ് ഫാക്ടോറിയൽ ഒരുമിച്ച് എഴുതി. ഈ റേസ് ടു മൈനസ് ലാംഡ 1ഉം ഈ റേസ് ടു മൈനസ് ലാംഡ 2ഉം ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് ബാക്കി റിമൈനിങ് ടേം എന്താ വന്നിരിക്കുന്നത് ലാംഡ 1 റേസ് ടു എക്സ് ലാംഡ 2 റേസ് ടു n മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ലാംഡ 1 പ്ലസ് ലാംഡ 2 ഹോൾ റേസ് ടു n. ഇനി ഞാൻ ഈ ടേമിന് ഞാനൊന്ന് അഡ്ജസ്റ്റ് ആക്കി എഴുതുന്നുണ്ട്. ഏത് രീതിയിൽ ലാംഡ 1 പ്ലസ് ലാംഡ 2 n മൈനസ് എക്സ് പ്ലസ് എക്സ് എന്നുള്ള രീതിയിൽ ഞാൻ എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് എഴുതി തരാം. അപ്പോൾ നമ്മൾ n ഫാക്ടോറിയൽ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ ഞാൻ n സി എക്സ് എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ലാംഡ 1 റേസ് ടു എക്സ് ആണ്, ലാംഡ 2 റേസ് ടു n മൈനസ് എക്സ് എന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ലാംഡ 1 പ്ലസ് ലാംഡ 2നെ ഞാൻ എന്ത് എഴുതി n മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് n സി എക്സ് ഈ ലാംഡ 1 റേസ് ടു എക്സും ഇതിൽ നിന്ന് ലാംഡ 1 പ്ലസ് ലാംഡ 2 ഹോൾ റേസ് ടു എക്സിനെ ഞാൻ കമ്പൈൻ ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് ലാംഡ 1 ഡിവൈഡ് ബൈ ലാംഡ 1 പ്ലസ് ലാംഡ 2 ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതി. ഓക്കെ, ബാക്കി റിമൈനിങ് ടേം എന്ത് വന്നു ലാംഡ 2 പിന്നെ ഇവിടെ വരുന്നത് എന്താണ് ലാംഡ ഡിനോമിനേറ്ററിൽ വരുന്നത് ലാംഡ 1 പ്ലസ് ലാംഡ 2 ഹോൾ റേസ് ടു n മൈനസ് എക്സ് ആണ്. അപ്പോൾ ഞാൻ അതിനെ ഒരുമിച്ച് എഴുതി ലാംഡ 2 ഡിവൈഡഡ് ബൈ ലാംഡ 2 ഹോൾ റേസ് ടു n മൈനസ് എക്സ് എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പി എൻ സി എക്സ് അല്ലേ എൻ സി എക്സ് ഈ ഒരു ടേം നമുക്ക് പി ആണ്. അങ്ങനെ പി ആണെങ്കിൽ ഇത് ക്യൂ ആണോ നോക്കണം അല്ലേ. പി എന്ന് പറഞ്ഞാൽ ഇത് ക്യൂ ആണ്. അപ്പോൾ പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു n മൈനസ് എക്സ് ഫോമിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടുത്തെ പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പി എന്ന് പറഞ്ഞാൽ ലാംഡ 1 ഡിവൈഡ് ബൈ ലാംഡ 1 പ്ലസ് ലാംഡ 2 ആണ്. അങ്ങനെ ക്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയാൽ നമുക്ക് എന്താ ചെയ്യുക 1 മൈനസ് പി എന്ന് ചെയ്താൽ മതി. അപ്പോൾ 1 മൈനസ് പി ചെയ്താൽ നമുക്ക് നമ്മൾ ഇതിൽ എഴുതിയ ക്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ 1 മൈനസ് ലാംഡ 1 ഡിവൈഡ് ബൈ ലാംഡ 1 പ്ലസ് ലാംഡ 2 എന്ന് എഴുതുമ്പോൾ നമുക്ക് ലാംഡ 1ഉം മൈനസ് ലാംഡ 1ഉം ക്യാൻസലായിപ്പോയി ലാംഡ 2 ഡിവൈഡ് ബൈ ലാംഡ 1 പ്ലസ് ലാംഡ 2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്ന ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് അല്ലേ. പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു n മൈനസ് എക്സ് വേർ പി എന്ന് പറഞ്ഞാൽ എന്താണ് പി എന്ന് പറഞ്ഞാൽ എത്രയാണ് ലാംഡ 1 ഡിവൈഡ് ബൈ ലാംഡ 1 പ്ലസ് ലാംഡ 2 എന്നാണ്. ഓക്കെ, അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ആണ്. സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് the conditional distribution of x given x plus y is a binomial distribution. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾ നമ്പർ 6. ഇഫ് എക്സ് ഈസ് എ പോയിസോൺ വേരിയറ്റ് വിത്ത് പാരാമീറ്റർ ലാംഡ ആൻഡ് വൈ ഈസ് അനദർ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഹൂസ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ given x is given by probability of y equal to r given x equal to xcr p raised to r 1 minus p raised to x minus r 0 less than p less than 1 and r take the value 0 to x. Then show that unconditional distribution of y ഈസ് എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. നമ്മളോട് ഇവിടെ എന്താ പറയുക കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല അൺകണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ ലാംഡയാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യമൊക്കെ ആദ്യം എഴുതി. പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് പോയിസോൺ റാൻഡം വേരിയബിളാണ്. അപ്പോൾ അതിൻ്റെ മാസ് ഫംഗ്ഷന് ഫസ്റ്റ് കൊടുത്തു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയലിന്. പിന്നെ നമുക്ക് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷന് എന്താ തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് വൈ ഗിവൺ എക്സ് എന്നുള്ളതിൻ്റെ ഡിസ്ട്രിബ്യൂഷന് എക്സ് സി ആർ പി റേസ് ടു ആർ 1 മൈനസ് പി റേസ് ടു എക്സ് മൈനസ് ആർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ആർ ഇൻ്റർസെക്ഷൻ വൈ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ആർ ഇൻ്റർസെക്ഷൻ വൈ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ആർ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താ പ്രോബബിലിറ്റി ഓഫ് എ ബി ഇൻറ്റു
ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്നാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നുള്ള ഇതിൽ എഴുതാം അല്ലേ? ആ ഒരു രീതിയിലാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഇതെന്താ വരും? ഇ റേസ്ഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ്ഡ് മൈനസ് ലാംഡ ലാംഡ റേസ്ഡ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് വരും. ദെൻ നമുക്ക് എന്താ അറിയാം? നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ആർ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സി ആർ പി റേസ് ടു ആർ 1 മൈനസ് പി റേസ് ടു ആർ എന്നാണ്. ഇനി നമുക്ക് ഇതിൽ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ആർ. വൈ ഈക്വൽ ടു ആർ എന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇതിൽ നിന്ന് നമുക്ക് ജോയിൻറ്റിൽ നിന്ന് നമുക്ക് മാർജിനലാണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ നമ്മളുടെ ഇതെന്ത് വരും? ഡിസ്ക്രീറ്റ് കേസിൽ ആവുന്ന സമയത്ത് ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് വരിക അല്ലേ? ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വൈ ആണ്. ഇതിൽ നിന്ന് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വൈ ആണ് കിട്ടേണ്ടത്. ഇത് പറഞ്ഞാൽ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വൈ കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് മാർജിനലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇ റേസ്റ്റ് മൈനസ് ലാംഡ ലാംഡ റേസ്റ്റ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സി ആർ പി റേസ് ടു ആർ ഇൻറ്റു 1 മൈനസ് പി റേസ് ടു എക്സ് മൈനസ് ആർ എന്നാണ്. ഓക്കെ, ആ സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ ചെയ്തത്. കണ്ടോ? മനസ്സിലായില്ലേ? ഇനി നമ്മൾ എക്സിനെ ബാധിക്കാത്ത ടേമൊക്കെ പുറത്തേക്ക് എടുക്കും. അതായത് ഇ റേസ് ടു മൈനസ് ലാംഡ അല്ലേ? അതിന് എക്സ് ബാധിക്കില്ല. അപ്പം സമ്മേഷൻ എക്സ് ഈക്വൽ ടു ആർ ടു ഇൻഫിനിറ്റി എക്സ് സി ആർ പി റേസ് ടു ആർ ലാംഡ റേസ് ടു എക്സ് 1 മൈനസ് പി റേസ് ടു എക്സ് മൈനസ് ആർ ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ കൊടുത്തത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇതിൽ നിന്ന് ഇ റേസ് ടു മൈനസ് ലാംഡ ഇവിടെ നമ്മൾ എക്സ് സി ആറിൻ്റെ എക്സ്പാൻഷന് ഒന്ന് എഴുതുന്നുണ്ട് ഈ സ്റ്റെപ്പിൽ. അപ്പോൾ ഇ റേസ് ടു മൈനസ് ലാംഡ എന്ന് എഴുതി. എന്നിട്ട് സമ്മേഷൻ എക്സ് ഈക്വൽ ടു ആർ ടു ഇൻഫിനിറ്റി ലാംഡ റേസ് ടു എക്സും എക്സ് ഫാക്ടോറിയലിന് ഒരുമിച്ച് എഴുതി. ഓക്കെ, ലാംഡ റേസ് ടു എക്സും എക്സ് ഫാക്ടറിന് ഒരുമിച്ച് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സ് സി ആർ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് എഴുതും? എക്സ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് ആർ ഫാക്ടോറിയൽ എഴുതി. ബാക്കി എല്ലാ ടേംസും അതേമാതിരി എഴുതി. പി റേസ് ടു ആർ ഇൻറ്റു 1 മൈനസ് പി റേസ് ടു എക്സ് മൈനസ് ആർ എന്ന് എഴുതി. ഇനി സമ്മേഷൻ ഓവർ എക്സ് ബാധിക്കാത്തതിന് നമ്മൾ പുറത്തേക്ക് എടുത്തു. അതായത് ഇ റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സമ്മേഷൻ എക്സ് ഈക്വൽ ടു ആർ ടു ഇൻഫിനിറ്റി ലാംഡ റേസ് ടു ആർ എക്സ് മൈനസ് ആർ ഫാക്ടോറിയൽ പി റേസ് ടു ആർ 1 മൈനസ് പി റേസ് ടു എക്സ് മൈനസ് ആർ ആണല്ലോ നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ലാംഡ റേസ് ടു എക്സിനെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി എഴുതുന്നുണ്ട്. അപ്പോൾ ലാംഡ റേസ് ടു എക്സിനെ നമ്മൾ ലാംഡ റേസ് ടു എക്സ് മൈനസ് ആർ പ്ലസ് ആർ എന്ന് എഴുതുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ലാംഡ റേസ് ടു ആറിനെ പുറത്തേക്ക് എടുത്തു. ആ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പി റേസ് ടു ആറും ഉണ്ട് ഇവിടെ. അതേമാതിരി ലാംഡ റേസ് ടു ആറുണ്ട്. നമ്മൾ ലാംഡനെ എങ്ങനെ എഴുതി? ലാംഡ റേസ് ടു എക്സ് മൈനസ് ആർ പ്ലസ് ആർ എന്നുണ്ട്. പി റേസ് ടു ആറുണ്ട്. അപ്പോൾ ഈ പി റേസ് ടു ആറും ലാംഡ റേസ് ടു ആറിനെ നമ്മൾ ഒരുമിച്ച് പുറത്തേക്ക് എടുത്ത് സമ്മേഷൻ ഓവറിൻ്റെ പുറത്തേക്ക് എടുത്ത് എഴുതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ റേസ് ടു മൈനസ് ലാംഡ പി റേസ് ടു ആർ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ. ദെൻ നമ്മൾ എഴുതിയിരിക്കുന്ന ബാക്കിയുള്ള ടേംസൊക്കെ അതേമാതിരി എഴുതി. സമ്മേഷൻ എക്സ് ഈക്വൽ ടു ആർ ടു ഇൻഫിനിറ്റി ലാംഡ റേസ് ടു എക്സ് മൈനസ് ആർ 1 മൈനസ് പി റേസ് ടു എക്സ് മൈനസ് ആർ ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ലാംഡ റേസ് ടു എക്സ് മൈനസ് ആറും 1 മൈനസ് പി റേസ് ടു എക്സ് മൈനസ് ആറും കമ്പൈൻ ചെയ്ത് എഴുതി. ആ കമ്പൈൻ ചെയ്ത് എഴുതിയതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു പി റേസ് ടു ആർ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ സമ്മേഷൻ എക്സ് ഈക്വൽ ടു ആർ ടു ഇൻഫിനിറ്റി ലാംഡ ഇൻറ്റു 1 മൈനസ് പി റേസ് ടു എക്സ് മൈനസ് ആർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ആർ ഫാക്ടോറിയൽ. ഇത് എക്സ്പോണൻഷ്യൽ സീരീസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ്? ഇ റേസ് ടു ലാംഡൻ്റെ കൂടെ എന്താ 1 മൈനസ് പി എന്ന് വരും. അപ്പോൾ ഈ ഒരു ടേം ഈക്വൽ ടു എന്താണ് വരിക? ഇ റേസ് ടു ലാംഡ ഇൻറ്റു 1 മൈനസ് പി എന്നാവും. ഇ റേസ് ടു ലാംഡ ഇൻറ്റു 1 മൈനസ് പി എന്നാവും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു പി റേസ് ടു ആർ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇ റേസ് ടു ലാംഡ ഇൻറ്റു 1 മൈനസ് പി എന്നാവും. ഓക്കെ, ദെൻ നമുക്ക് ഇ റേസ് ടു മൈനസ് ലാംഡ ക്യാൻസലായിപ്പോൾ ബാക്കി ഈ ഒരു ടേമിൽ എന്തുണ്ടാവും? ഇ റേസ് ടു മൈനസ് ലാംഡ പി എന്നുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഇ റേസ് ടു മൈനസ് ലാംഡ പി ഇവിടെ എഴുതി. ദെൻ നമ്മൾക്ക് ബാക്കി റിമൈനിങ് ടേം എന്താ വന്നത്? ലാംഡ പി റേസ് ടു ആർ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വൈ
എന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്തത് ഏതാണ്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ പി. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്തു. എന്താ ഇവിടെ പ്രൂവ് ചെയ്തു? നമ്മൾ അൺകണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ അല്ലേ, അൺകണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. വിത്ത് പാരാമീറ്റർ ഏതാണ്? വിത്ത് പാരാമീറ്റർ ഏതാണ് ഫോളോ ചെയ്യുന്നത്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ പി എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ.